ശ്രീ വി കെ സനോജ്, ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവുമായി ബന്ധപ്പെട്ട് UDF-നെ ചോദ്യമുനയിൽ നിർത്തുന്നു, നിങ്ങൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു. ഈ സാമുദായിക വോട്ട് വാങ്ങി മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ അത്തരം ചിന്തകളെങ്കിലും ഉണ്ടാക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ പിന്നീട് ചേർത്തു പിടിച്ച അങ്ങനെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റി പറയേണ്ടി വന്നിട്ടുള്ള PDP-യുടെ വോട്ട് വാങ്ങിവെക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും PDP-യുടെ വോട്ടും മറ്റ് സാമുദായിക ശക്തികളുടെ ഒക്കെ വോട്ടുകൾ കാലാകാലങ്ങളിൽ, പ്രത്യേകിച്ച് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ അദ്ദേഹം മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊക്കെ പ്രാപ്യമാണ് അല്ലേ? ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിലുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. PDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഞങ്ങൾ ഒരുപോലെയല്ല കാണുന്നത്. ഞങ്ങൾ മാത്രമല്ല, അത്യാവശ്യം രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരാളും ഈ രണ്ട് സംഘടനകളെയും ഒരുപോലെ കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു ആഗോള ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇത് ആഗോള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിനെ പോലെയുള്ള ആ സംഘടനയുടെ എല്ലാം പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു പതിപ്പായിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനങ്ങളിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ ഈ ഹസനുൽ ബന്നയെ പോലെയുള്ള ആളുകളുടെ പടം പ്രദർശിപ്പിച്ച അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു റാലിയിൽ തന്നെ ഈ ആഗോള ഭീകര പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ എല്ലാം നേതൃത്വത്തിൻ്റെ പടം പ്രദർശിപ്പിച്ചു. അതെല്ലാം വലിയ വിവാദം ആ ഘട്ടത്തിലായതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വേറെ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഘടനയാണ്, PDP വേറൊരു സംഘടനയാണ്. PDP നേരത്തെ രൂപീകരണ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, അവരുടെ സാമൂഹിക നിലപാട് അവർ ഉപേക്ഷിക്കുകയും അത് അവർ സമൂഹത്തിന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും വഴിയിൽ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് എത്രയോ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് PDP-യുടെ പഴയ നിലപാട് അവർ ഉപേക്ഷിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീവ്രവാദ പക്ഷത്തിന് നിന്നോളൂ, നിങ്ങൾ ഒരു കാരണവശാലും ജനാധിപത്യത്തിൻ്റെ വഴിയിൽ സ്വീകരിക്കരുത്, നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ വഴിയിലേക്ക് തള്ളിവിടുന്ന പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുകൊണ്ട് ഒരാൾ നിലപാട് തിരുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അത് സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിനോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ കൂട്ടുകൂടുന്നതിനോ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ആ കാര്യത്തിലുള്ള നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തിയതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഇവരുടെ കോൺഗ്രസിൻ്റെ തന്നെ ഗവൺമെൻറ് നേരത്തെ കൊടുത്ത, ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് കൂറില്ലാത്ത പ്രസ്ഥാനമാണ് എന്ന്, ദേശീയ താല്പര്യത്തിനെതിരായി ചിന്തിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നത്. ഈ നിലയിലുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ചെന്നിത്തലയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി, KM മാണി നിയമമന്ത്രിയായിരുന്നു, VD സതീശൻ അന്ന് MLA ആയിരുന്നു. 2014 ജനുവരി 18 ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തത്. അന്ന് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തതിൽ നിന്ന് ഈ 2025 നിൽക്കുമ്പോഴേക്ക് ജമാഅത്തെ ഇസ്ലാമി ആകെ മാറിയെന്ന് VD സതീശൻ്റെ മാത്രം അഭിപ്രായമാണോ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ആകെ അഭിപ്രായമാണോ എന്ന് കാര്യം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മളുടെ രണ്ടുപേരുടെയും ശബ്ദം ഏറെക്കുറെ ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി പഴയ ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന നില UDF-ഉം PDP പഴയ തീവ്രവാദ സ്വഭാവം ഉപേക്ഷിച്ചു എന്ന നിലപാട് LDF-ഉം എടുക്കുമ്പോൾ ജനങ്ങൾ അത് അങ്ങനെ തൊണ്ടയിടാതെ വിഴുങ്ങണം. നിങ്ങൾക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? മുൻപ്, അതായത് ഇപ്പോൾ ഭീകരവാദ അല്ലെങ്കിൽ തീവ്രവാദ പാതയിൽ തുടർന്നുകൊള്ളൂ എന്ന് നിങ്ങൾ തള്ളിക്കളയാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ PDP എവിടെയെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടോ മുൻപ് ഞങ്ങൾ തീവ്രവാദ നിലപാടുള്ളവരായിരുന്നു, ഇപ്പോൾ അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ? നിങ്ങൾ എങ്ങനെയാണത് ഗ്രഹിച്ചും ഗണിച്ചും എടുക്കുന്നത്? ആ നിലപാടൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? PDP-യുടെ നേതാവ് അബ്ദുൾ നാസർ മദനി തന്നെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അന്ന് സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആ PDP നിലപാട് തിരുത്തിയിട്ട് മുന്നോട്ട് വന്ന ഘട്ടത്തിലാണ് അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പരസ്യമായി പറഞ്ഞതാണ്, അതിനൊന്നും ഒരു രഹസ്യവുമില്ല. പിന്നെ ഈ കേരളത്തിലെ ഈ PDP എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ രൂപീകരിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യം ഇപ്പോഴില്ല. ആ നിലപാട് അവർ തിരുത്തി. ആ സംഘടനയെയും
മാധുവിനെ പോലുള്ളൊരു പ്രധാനപ്പെട്ട അവതാരക ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് കാണുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പക്ഷേ ഇത് നോക്കൂ, അല്ല അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ഞങ്ങൾ ഇനി ആ വഴിക്കില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഏറ്റു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല അങ്ങ് പറഞ്ഞ തീവ്രവാദ പ്രവർത്തനം. അതൊരിക്കൽ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്ന് സമൂഹത്തിനോ അവനവനോ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ കുമ്പസാരിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു തെറ്റോ കുറ്റമോ അല്ല അത്. പിന്നീട് മാധ്യമപ്രവർത്തകർ ആ നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങേക്ക് സംശയം വരുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM-ന് മുൻകാലത്ത് ഈ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ തന്നെ മുൻപ് CPM-ന് മുൻകാലത്തും പിണറായി വിജയൻ എന്താ മുമ്പെന്താ അല്ല, അദ്ദേഹം പറഞ്ഞ ഞാൻ വേണമെങ്കിൽ ആ വാക്കുകൾ കൃത്യമായി പറയാം. മുസ്ലിം വിഭാഗത്തിലുള്ള ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളും PDP-യെ പോലെയുള്ള ചിലരും ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരുടെ ഭരണഘടന മാറ്റിയിരുന്നോ, അതോ ഇന്ന് അവരുടെ ഭരണഘടന മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് അതേപോലെ PDP മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് PDP-യെ ചേർത്ത് പിടിക്കാനും ജമാഅത്തെ ഇസ്ലാമി മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് തള്ളിക്കളയാനും കഴിയുന്നത്? നിലപാടൊക്കെ വരുമ്പോ വരും, പോകുമ്പോ പോകും, അല്ലേ? പിണറായി വിജയൻ പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറിയും PDP-യുടെ അല്ലെങ്കിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അഭ്യർത്ഥിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ഞാൻ പറഞ്ഞില്ല. വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായി ശ്രീ VK സനോജ്, ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളും PDP-യെ പോലെയുള്ള സംഘടനകളും ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, താരതമ്യം ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന്. PDP-യെ പോലെയുള്ള സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളും എന്ന് ഒരു പാരഗ്രാഫിൽ തന്നെ കൃത്യമായി പറഞ്ഞത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എനിക്ക് അവസരം തരൂ, അങ്ങയുടെ അവസരം പറയൂ, മറുപടി പറയാൻ എനിക്ക് അവസരം തരൂ. നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പ്രസംഗിക്കില്ല. എന്റെ അവസരം ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ദേശാഭിമാനി തന്നെ നേരത്തെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ലോകത്തെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്നുകൊണ്ട് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ദേശാഭിമാനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ അഭിപ്രായമുണ്ട്. പിന്നെ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന നിലയുണ്ടായി. ചില ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ആരുടെയും നേരത്തെ തന്നെ ചില സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. അതൊന്നും ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ സമീപിച്ചത് കൊണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടോ അവരെ സുഖിപ്പിച്ചിട്ട് വോട്ട് തരൂ എന്ന് പറഞ്ഞതല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ശ്രീ VK സനോജ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ഏറെക്കുറെ ഒരേപോലെ ഇരിക്കുന്ന ഒരു പഴയ മലയാളം സിനിമയെ അനുസ്മരിപ്പിക്കും വിധം അങ്ങനെ തന്നെയാണ് ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണ തേടിയതല്ല എന്ന്. ജമാഅത്തെ ഇസ്ലാമി അന്ന് ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല, ഞാനും കൂടെ പറയട്ടെ സനോജെ, ഞാനും കൂടെ പറയട്ടെ. അല്ല, ഇപ്പോൾ അത് നമുക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാം, അത് നമുക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ്സുകാരോടല്ല. അല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് അത്തരം ആരോപണമില്ല VK സനോജ്, എനിക്ക് അത്തരം ആരോപണമില്ല. ഒരു നേതാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമോ ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സ്വഭാവത്തിൽ അളവിൽ കുറവ് വന്നിട്ടുണ്ട്, മതരാഷ്ട്രവാദ സിദ്ധാന്തം അവർ ഉപേക്ഷിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അങ്ങ് വൃഥ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് എന്റെ ആരോപണമല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യമേ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയും PDP-യും അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ താരതമ്യം ചെയ്യാമോ എന്നൊക്കെ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും PDP-യും ഞങ്ങൾക്ക് പിന്തുണ ഞങ്ങൾക്ക് ഞാൻ വാക്കൊന്നും മാറ്റുന്നില്ല, ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരേ വരിയുടെ ഭാഗങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യാമോ? അവര് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ ഇവിടെ ഹിന്ദു മഹാസഭ പ്രഖ്യാപിച്ചതുപോലെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ പിന്തുണ തേടിപ്പോവുകയോ അവരുടെ തീവ്രവാദ സ്വഭാവത്തിൽ കുറവ് വന്നിട്ടുള്ളത് പറയുകയോ അവരെ വെള്ളപൂശിയിട്ട് അവരെ നല്ലവരാക്കിയിട്ട് ഒരു ഘട്ടത്തിലും ഒരു വാക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല. പറയുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കൃത്യമായിട്ടും അന്ന് പറഞ്ഞത്
അവർ ലോകത്തുണ്ടാവുന്ന സംഭവവികാസങ്ങളെ ഇസ്ലാമിക വീക്ഷണത്തിൽ കൂടി മാത്രം കാണാൻ ആളുകളെ പഠിപ്പിക്കുന്ന ആളുകൾ എന്നാണ്. അവര് മതരാഷ്ട്രവാദ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു. അപകടകരമാണ് സർക്കാർ ജോലി സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു പൊതുമണ്ഡലത്തെ അവർ സ്വാഗതം ചെയ്യുന്നില്ല. അങ്ങേറ്റം ഇടുങ്ങിയ ചിന്താഗതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിലൊന്നും ഇവിടെ ആർക്കും തർക്കവുമില്ല. ആ ചോദ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിലേക്കും ഉന്നയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആ വിജയത്തിന് കാരണമായ ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒരേപോലെ പറയുന്ന പ്രവണത നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അതിൽ മാറ്റം വരാമല്ലോ. ഇപ്പം കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ടതാണ് എന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരി.